നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഐസ്ക്രീം ആയാലോ? തണുപ്പായാലും ചൂടായാലും നമ്മൾ ഐസ്ക്രീം കണ്ടാൽ ഏതായാലും അത് ഒഴിവാക്കത്തില്ല, നമ്മൾ കഴിക്കും. എന്നാൽ നമുക്കൊക്കെ ചെറിയ ചെറിയ അലർജിയുടെ പ്രശ്നങ്ങളുള്ളവരും ഉണ്ടായിരിക്കും. ഞാൻ സഹിതം ഇത് ഒഴിവാക്കത്തില്ല, കിട്ടിയാൽ ഉടനെ അത് കഴിക്കും. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഐസ്ക്രീം. അപ്പോൾ ഇന്ന് നമുക്ക് ആ റെസിപ്പി ആയാലോ? അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 1 കിലോ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ റിച്ച് ഗോൾഡ് എന്ന വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന നമുക്കിനി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് നേരം വെളിയിൽ വെച്ചിരിക്കണം. അങ്ങനെ നമ്മൾ 2 ഗ്ലാസ്സും ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫായി വരണം. ഇത് സ്റ്റിഫായി വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് ഇതും ഇനി നല്ലപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോകും. ലോ ടു ഹൈ സ്പീഡിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ പരുവ്. നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട് ഇതിപ്പം. ഇനി നമുക്കിത് 4 ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 4 ബൗളുകളും നിരത്തി വെച്ചിട്ടുണ്ട്. ഒരേപോലെ നമുക്ക് 4 ബൗളിലേക്ക് ഇടാം. അങ്ങനെ നമ്മൾ ഒരേ കൂട്ട് 4 ബൗളിലെയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് നമ്മൾ 4 ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ബദാം, പിന്നെ പിസ്ത, പിന്നെ സ്ട്രോബെറി, പിന്നെ ചോക്ലേറ്റ്. ഈ 4 ഫ്ലേവറാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ബദാമിൻ്റെ മിക്സാണ് ഇതിനകത്തോട്ട് 4 ഡ്രോപ്പാണ് ഒഴിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനൊരു കളറ് ആ ഫ്ലേവറും ഒന്നും വരത്തില്ല. നിങ്ങൾ എസൻസ് എടുക്കരുത്, എസൻസിന് കളറ് മാത്രമേ ഉള്ളൂ. മിക്സിനാണ് ആ ഒരു ഫ്ലേവറും ആ ഒരു മണവും കിട്ടുന്നത്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി അടുത്തത് നമ്മൾ പിസ്തയുടെ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നം വെച്ച് കുറവാണ്. അപ്പോൾ ഇത് നല്ലൊരു ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ മിക്സാണ്. അപ്പോൾ ആ സ്ട്രോബെറി നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കളർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത കളർ നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ 4 ഡ്രോപ്പ് ചോക്ലേറ്റിൻ്റെ മിക്സാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതും നല്ലപോലെ മിക്സ് ചെയ്തു. ഇപ്പോൾ ഇതുകൊണ്ട് നമ്മൾ 4 കളറും ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് അടച്ചു. അപ്പം നല്ലപോലെ അടയ്ക്കണം, അല്ലെങ്കിൽ എയർ കയറും. അപ്പോൾ ഞാൻ 4 എണ്ണവും നല്ലപോലെ അടച്ചു വെച്ചിട്ടുണ്ട് അലൂമിനിയം ഫോയിൽ. അപ്പം ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 മണിക്കൂറിന് ശേഷം ബദാം, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടിയാണ് ഇതെല്ലാം പൊടിച്ചെടുത്തേക്കുവാണ് ഞാൻ ഇപ്പോൾ. അപ്പോൾ ഇത് ഇനി കസാട്ട ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടൊരു ലോട്ട് പാനാണ് നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒരു സ്ക്വയർ ടിന്നും എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ക്ലിൻ ഡ്രോപ്പ് എടുത്ത് വെക്കാം. ക്ലിൻ ഡ്രോപ്പ് വെച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുക, അപ്പോൾ നമുക്ക് ഐസ്ക്രീം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ പൊടിച്ച് ആ പീനട്ട്സ് ആണ് ഇടാൻ പോകുന്നത്. ആ അടിയിലോട്ട് നമ്മൾ നല്ലപോലെ ഇടുകയാണ്. നമ്മൾ 1/2 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ആ ഒരു ലോഡാനിലേക്ക് ഇടാൻ പോകുന്നത് സ്ട്രോബെറിയുടെ മിക്സ് ഐസ്ക്രീമാണ്. അത് നല്ലപോലെ നമ്മൾ തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ച് നല്ലപോലെ മൂടിക്കൊടുക്കുകയാണ്. ഇത് 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തേക്കുകയാണ്. അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് പിസ്താടയാണ് ഇടേണ്ടത്. അപ്പോൾ പിസ്താട നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ നല്ലപോലെ ടാപ്പ് ചെയ്യണം. എയർ ഹോൾസ് കാണും, അതുകൊണ്ടാണ്.
അപ്പോൾ ഇത് നമ്മൾ അതുപോലെ മൂടി വെച്ച് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അതും നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്ത ലെയർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോയി. അടുത്ത ലെയർ ഞാൻ ഇടാൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ്. അപ്പോൾ അത് നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഇതും നമ്മൾ നല്ലപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ടാപ്പ് ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. നല്ലപോലെ അടച്ച് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് അപ്പം നമ്മൾ അടുത്ത ലെയർ എന്ന് വെച്ചാൽ ബദാമിൻ്റെ ലെയറാണ്. ബദാമിൻ്റെ ഐസ്ക്രീം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും നമ്മൾ നല്ലപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഇട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തായിട്ട്. അപ്പോൾ ഇത് നമ്മളിനി ക്ലീൻ ഡ്രോപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു അലൂമിനിയം ഫോയിൽ ഇടുകയാണ്. അപ്പം നല്ലപോലെ നമ്മൾ ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 8 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കാൻ പോവാം. അപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ പ്രധാനമെന്ന് വെച്ചാൽ ഇത് ടൈമിംഗ് ആണ് കേട്ടോ. എത്ര ടൈം വെച്ചാലും അടിപൊളിയായി വരും. അപ്പോൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആദ്യം ലോഡ് പാനിൽ നിന്ന് ഇളകി വരുമോ നോക്കാം. അപ്പോൾ നമ്മൾ ലോഡ് പാനിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. കണ്ടാൽ ഇപ്പം തന്നെ വായിന്ന് കൊതി ഊറുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടിട്ട് തന്നെ വായിന്ന് കൊതി ഊറുന്നു. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കസാട്ട ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അടിയിൽ എഴുതി അറിയിക്കണം.